ഹായ് വെൽക്കം ടു എജൂബിൾസ് ലേണിംഗ്. കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈക്കോളജിയുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തതായിരുന്നു നമ്മുടെ എജൂബിൾസ് ലേണിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിലൊരുപാട് കേട്ടറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് PYQ വീഡിയോസും അതിൻ്റെ അനാലിസിസും ഒക്കെ ചെയ്തു. ഈ വർഷം കേട്ടറ്റിന് വേണ്ടി മാത്രം ഞങ്ങളൊരു ചാനൽ തുടങ്ങുകയും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളത് സ്വീകരിക്കുകയും ചെയ്തു. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു സമ്മാനം കൂടി കൊണ്ടുവന്നിരിക്കുന്നു. അതായത് അടുത്ത കേട്ടറ്റ് എക്സാമിന് ഞങ്ങളുടെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് PYQs, മോഡൽ ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, അതുപോലെ ഏറ്റവും മികച്ച, നമ്മൾ വെറുതെ പറയുന്നതല്ല, കേരളത്തിലെ കേട്ടറ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും എടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ലഭ്യമാക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, ഇവയൊക്കെ അവൈലബിൾ ആക്കുന്ന രീതിയിൽ ഞങ്ങളൊരു ആപ്ലിക്കേഷൻ നിർമ്മിച്ചിട്ടുണ്ട്. എജൂബിൾസ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലും നിങ്ങൾക്ക് ലഭ്യമാകും. അതിലുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ അവസാനം എത്ര മാർക്ക് കിട്ടിയെന്ന് അനാലിസിസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും ഇതുവരെ ഞങ്ങളുടെ വീഡിയോസ് കണ്ട നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അടുത്ത കേട്ടറ്റ് എക്സാം വളരെ അനായാസമായിട്ട് ക്രാക്ക് ചെയ്യാൻ എജൂബിൾസ് ലേണിംഗ് നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഇന്ന് ഏറ്റവും അവസാനം നടന്നിട്ടുള്ള 2024 നവംബറിലെ കേട്ടറ്റ് എക്സാം, അതായത് അത് നടന്നിട്ടുള്ളത് 2025 ജനുവരിയിലാണ്. അതിനുശേഷം ഒരു എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ജനുവരിയിൽ നടന്ന എക്സാമിൻ്റെ അവസാനത്തെ ഭാഗം, ആദ്യത്തെ 2 ഭാഗം 2025 ജനുവരി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ ഭാഗം, അതായത് 30 ചോദ്യങ്ങൾ, 21 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നമ്മൾ ടോപ്പിക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് PYQs അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റുന്നതോടൊപ്പം അതിൻ്റെ ഓപ്ഷനിൽ നിന്നുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അരുന്ധതി തൻ്റെ സഹപാഠികളെയും കൂട്ടുകാരെയും എല്ലാ രീതിയിലും സംരക്ഷിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നു. അവളിൽ കാണുന്ന പ്രത്യേക കഴിവ് എന്താണ്? അതായത് അവൾ തൻ്റെ കൂട്ടുകാരുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അപ്പോൾ അവളിൽ എന്താണുള്ളത്? സാമൂഹിക നിയന്ത്രണം, സോഷ്യൽ റെഗുലേഷൻ, സാമൂഹിക പിന്തള്ളൽ, സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹിക പങ്കാളിത്തം, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, സാമൂഹിക ബുദ്ധി, സോഷ്യൽ ഇൻ്റലിജൻസ്. നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ സോഷ്യബിൾ ആണ്, അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ഇണങ്ങിച്ചേരുന്നവരാണ്. അപ്പോൾ അവളിൽ ഉണ്ടാവുന്ന കഴിവിന് പറയുന്ന പേര്, അല്ലേ? ആ കഴിവാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സോഷ്യൽ ഇൻ്റലിജൻസ്, അതല്ലെങ്കിൽ സാമൂഹിക ബുദ്ധി എന്ന് പറയും. സാമൂഹിക നിയന്ത്രണമല്ല, പിന്തള്ളലല്ല, പങ്കാളിത്തം എന്നല്ല, നമ്മൾ കഴിവിനല്ല പറയുന്നത്. സോ അതിൻ്റെ പേരാണ് സാമൂഹിക ബുദ്ധി, അതല്ലെങ്കിൽ സോഷ്യൽ ഇൻ്റലിജൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താൻ പ്രതീക്ഷക്കൊത്ത് ഉയരുന്നില്ല എന്ന് രാജു കരുതുന്നു. രാജുവിൻ്റെ ഒരു തോന്നലാണ്. ആൾഡറിൻ്റെ അഭിപ്രായത്തിൽ രാജുവിന് താഴെ പറയുന്ന ഏത് പ്രശ്നമാണുള്ളത്? ഇവിടെ ആൽഫ്രഡ് ആഡറിൻ്റെ കൺസെപ്റ്റാണ് ചോദിച്ചത്. പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരികയാണെങ്കിൽ, തിങ്കിങ് ദാറ്റ് ഈസ് നോട്ട് ലിവിങ് അപ്പ് ടു ദ എക്സ്പെക്റ്റേഷൻ, അതിന് പറയുന്ന പേരാണിത് കുറഞ്ഞ കാര്യനിർവഹണ ശേഷി, ലോ സെൽഫ് റിയലൈസേഷൻ, ആൾഡേറിയൻ കോംപ്ലക്സ്, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ ലോ ആക്ച്വലൈസേഷൻ, കുറഞ്ഞ ആത്മസാക്ഷാത്കാരം. കേട്ടറ്റ് എക്സാമിന് റീസെൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ നിന്ന് ആൽഫ്രഡ് ആൾഡറിൻ്റെ പേര് മറന്നു പോകരുത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എന്താണ് പ്രതീക്ഷക്കത്ത് ഉയരുന്നില്ല എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പറയൂ, ഏതാണ്? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എന്താണ്? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഓപ്പോസിറ്റ് എന്തായിരുന്നു? സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് 2 തരത്തിലുണ്ട്, അല്ലേ? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. സോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർക്കാണ് ഈ ഒരു ചിന്ത ഉണ്ടാവുന്നത്. അപ്പോൾ 2 പോയിന്റ് ഇതിൽ നിന്ന് പഠിച്ചില്ലേ?
ഇനി മറ്റൊന്ന് നോക്കൂ. താഴെ പറയുന്ന ഏത് മാർഗം ഉപയോഗിച്ച് ദൃഢീകരിക്കുമ്പോഴാണ് ഒരു കുട്ടി കൃത്യമായ പ്രതികരണം ഉണ്ടാക്കുന്നത്? അപ്പോൾ നമുക്കൊരു എന്ത് കിട്ടണം? റെസ്പോൺസ് കിട്ടണം. എന്ത് കിട്ടണം? റെസ്പോൺസ് കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്? റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു റെസ്പോൺസ് കിട്ടുന്നു ഇല്ലേ? ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾ നോക്കൂ, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ദൃഢീകരിക്കുകയാണ് അല്ലേ? ഏത് മാർഗം ഉപയോഗിച്ച് ദൃഢീകരിക്കുക, നമ്മൾ അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പണിഷ്മെൻറ്റ്, പ്രൈസ്, റിവാർഡ്, റീപ്രൂഫ്. എന്താണ് ഇവിടെ? നമ്മളൊരു ദൃഢീകരിക്കാൻ ഒരു സാധനം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ റിവാർഡ്സ് ആണ് അല്ലേ? റിവാർഡ് കൊടുക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് ലഭിക്കുന്നു. അതേ സമയത്ത് നമുക്കറിയാം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടി കുട്ടിക്ക് കൊടുക്കുന്നതാണ് എന്ത്? റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് സവിശേഷ പഠന വൈകല്യത്തിന് ഉദാഹരണം? ഇത് എല്ലാ എക്സാമിനും ചോദിച്ചതാണ്. നിങ്ങൾ കേട്ടിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആദ്യം പഠിക്കേണ്ട ഒരു ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കാതെ പഠിക്കാൻ അങ്ങനെ ഒരു ടോപ്പിക്ക് ചോദിച്ചാൽ ലേണിംഗ് ഡിസാബിലിറ്റി പഠിച്ചു വെച്ചോളൂ. ലേണിംഗ് ഡിസാബിലിറ്റി അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. താഴെ പറയുന്നത് ഏതാണ് ലേണിംഗ് ഡിസാബിലിറ്റി? ഇൻ്റലക്ച്വൽ ഡിസാബിലിറ്റി, ബുദ്ധി വൈകല്യമാണോ? ഡിസ്ലെക്സിയാണോ? ഓട്ടിസമാണോ? പെരുമാറ്റ വൈകല്യമാണോ? ഏതാണ് ഉത്തരം? ഡിസ്ലെക്സി. എന്താണ് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ? വായനാ വൈകല്യം അല്ലേ? എന്താണ്? വായന വൈകല്യം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വായനാ വൈകല്യം. ഇതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മറ്റു ലേണിംഗ് ഡിസാബിലിറ്റി പഠിച്ചു വെക്കണേ. അതൊക്കെ നിങ്ങളൊന്ന് പറയൂ അല്ലേ? ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള വൈകല്യം, എഴുത്തിലുള്ള പ്രശ്നം. ഡിസ്കാൽക്കുലിയ, മാത്തമാറ്റിക്. ഡിസ്പ്രാക്സിയ ഉണ്ട്, ശാരീരിക കോർഡിനേഷനിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിസ്പ്രാക്സിയ എന്ന് പറയും. ഇതിൽ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. എല്ലാവരെയും സ്നേഹിക്കുന്നവരും സഹായ മനസ്ഥിതി ഉള്ളവനുമാണ് ദിലീപ്. ദിലീപിന് ഏതിനാകും കൂടുതൽ മാർക്ക് ലഭിക്കുക? അപ്പോൾ ഒരു ട്രെയ്റ്റാണ് ചോദിക്കുന്നത് അല്ലേ? പേഴ്സണാലിറ്റി ട്രെയ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ട്രെയ്റ്റ് തിയറി, ആൽപോർട്ടിൻ്റെ തിയറിയൊക്കെ എപ്പോഴും വരുന്നതാണ്. പക്ഷേ ഈ എക്സാമിന് കുറച്ച് വെറൈറ്റിയിലൊരു ക്വസ്റ്റ്യൻ വന്നു. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. എക്സ്ട്രാവെൻഷൻ, അഗ്രിയബിൾനെസ്, ന്യൂറോട്ടിസം, അതുപോലെ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. ഇതൊരു എന്താ പറയുക, ഇതൊരു 5 ട്രെയ്റ്റ്, ഒരു ബിഗ് 5 ട്രെയ്റ്റ് എന്ന് പറയൂ. ബിഗ് 5 പേഴ്സണാലിറ്റി ഡയമെൻഷൻസ്. ഈ ഒരു കൺസെപ്റ്റാണ്. ഇതിൽ കോൺഷ്യസ്നെസ്, അതുപോലെ ഓപ്പൺനെസ്, എക്സ്ട്രാവേർഷൻ, ന്യൂറോട്ടിസം, അഗ്രിയബിൾസ്, ഇതിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ട്രെയ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? ട്രെയ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൽപോർട്ടിൻ്റെതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ എക്സ്ട്രാവേർഷൻ, കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിനാണ് എക്സ്ട്രാവേർഷൻ എന്ന് പറയുക. അതാണോ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? അല്ല, അത് കുറച്ച് വ്യത്യാസമുണ്ട്. അഗ്രിയബിൾനെസ്, എന്താണ് അഗ്രിയബിൾനെസ്? കമ്പാഷൻ, മറ്റുള്ളവർ സഹാനുഭൂതിയൊക്കെ തോന്നുന്നതിനാണ് അഗ്രിയബിൾനെസ് എന്ന് പറയുക. ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഇൻസ്റ്റബിലിറ്റി, നമ്മൾ എന്താ പറയില്ലേ, ഒരു സോഷ്യലി അങ്ങനത്തെ രീതിയിലൊരു ഇൻസ്റ്റബിലിറ്റി വരുന്നതിനാണ് ന്യൂറോട്ടിസംസ് എന്ന് പറയാം. സോ ഓപ്പൺനെസ്, എല്ലാവരോടും തുറന്ന മനസ്സ് കാണിക്കുക അല്ലെ? കുറച്ചും കൂടി എല്ലാ കാര്യത്തോട്ടും ഓപ്പൺനെസ് ഉണ്ടാവും. ക്രിയേറ്റിവിറ്റി, ചിന്ത, ഇതിലൊക്കെ ഒരു ഓപ്പൺനെസ് ഇത് ഉണ്ടാവാറുണ്ട്. സോ ഇവിടെ നമുക്ക് കറക്റ്റ് എന്ത് പറയാം, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അഗ്രിയബിൾനെസ്. സോ ഈ ഒരു കാര്യം 5 പേഴ്സണാലിറ്റി ഡയമെൻഷൻ, ഈ ട്രൈറ്റ് പ്രത്യേകം പഠിച്ചു വെക്കുക കേട്ടോ. ഈ 5 കാര്യങ്ങൾ, ഇത് പുതിയതായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്ത നോക്കൂ. വൈഗോട്സ്കിയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? വൈഗോട്സ്കിയുടെ തിയറി പഠിക്കണം നിങ്ങൾ. വൈഗോട്സ്കി, സ്കിന്നർ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ തിയറി, അതുപോലെ ബ്രൂണർ, ഇവരുടെ സിദ്ധാന്തങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കണ്ടില്ല ഒരു ചോദ്യം, വൈഗോട്സ്കിയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ബേസ്ഡ് ഓൺ ദ വൈഗോട്സ്കിസ് സോഷ്യൽ കൾച്ചറൽ തിയറി? ഓപ്പറന്റ് കണ്ടീഷനിങ്, റെസിപ്രോക്കൽ ടീച്ചിങ്, കോഗ്നിറ്റീവ് ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്. ഏതാണ് ഇവിടെ വരുന്നത്? കോഗ്നിറ്റീവ് ലേണിംഗ് ആണ് കേട്ടോ. കോഗ്നിറ്റീവ് ലേണിംഗ് ആണ് വൈഗോട്സ്കിയുടെ തിയറിയുടെ ബേസിൽ വന്നിട്ടുള്ളത്. ഓപ്പറന്റ് കണ്ടീഷനിങ് നിങ്ങൾക്കറിയല്ലോ,
ആരുടേതാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പോൾ അല്ലേ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. സ്കിന്നർ അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്കിന്നറുടെ റീഇൻഫോഴ്സ്മെന്റ്, അതിന് എന്ത് ചെയ്യുക, ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുക. റെസിപ്രോക്കൽ ടീച്ചിങ് അല്ലേ, പിന്നെ അതുപോലെ തന്നെ ഇൻസൈറ്റ് ലേണിംഗ് ഒക്കെ അറിയല്ലോ. എന്താണ് ഉൾക്കാഴ്ച? ഇൻസൈറ്റ് ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ മുമ്പുള്ളതാണ്. അതായത് ഇൻസൈറ്റ് ലേണിംഗ് എന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ജസ്റ്റാൾട്ട് സൈക്കോളജി ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അളക്കുന്നത് താഴെ പറയുന്നതിൽ എന്താണ്? പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. കരിയർ ആപ്റ്റിറ്റ്യൂഡാണോ അളക്കുന്നത്? ഇൻ്റലക്ച്വൽ അറ്റൈൻമെൻ്റ് ആണോ അളക്കുന്നത്? ഭൗതിക പ്രാപ്തി, അല്ലെങ്കിൽ അൺകോൺഷ്യസ് പ്രോസസ് അല്ലെ, മനസ്സിൽ അബോധ പ്രക്രിയകളെ മനസ്സിലാക്കാനാണോ? പാരൻറ്റിങ് സ്റ്റൈൽ, രക്ഷാകർത്തൃ രീതി, ഏതാണ്? നമുക്കറിയാം പല ടെസ്റ്റുകളുണ്ട്. ബുദ്ധി അളക്കാൻ ഇൻ്റലക്ച്വൽ ടെസ്റ്റുകളുണ്ട് അല്ലേ, കുറേ അതേ സമയത്ത് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. പക്ഷേ പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ എന്തിനാണ്? അത് അൺകോൺഷ്യസ് പ്രോസസ്സ്, അതായത് അബോധ പ്രക്രിയകളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ പല മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സർവേ, സോഷ്യോമെട്രി, ഇൻ്റർവ്യൂ, ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ ഇതിൽ അളക്കാൻ വേണ്ടി അല്ലെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മളത് പഠിച്ച സൈക്കോളജി തുടക്കത്തിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാക്കാൻ എന്തൊക്കെ രീതികളാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഒരാളെ ഇങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ അവരറിയാതെ മനസ്സിലാക്കുന്ന, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. റോഷെ അല്ലേ, മഷ്യൊപ്പ് പരീക്ഷയല്ലേ, ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട റോഷെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്? ചിൽഡ്രൻസ് അപ്പർ സെക്ഷൻ ടെസ്റ്റ്, CAT എന്ന് പറയും. അതുപോലെ തീമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ്, ഇതും വളരെ, ഈ മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ ചിൽഡ്രൻസ് അപ്പർ സെക്ഷൻ പറഞ്ഞു, തീമാറ്റിക് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കുട്ടികളുടെ ഭാഷാ വികസനത്തിൻ്റെ ശരിയായ ഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇതൊരു ചോദ്യമാണ്, പെട്ടെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ചോദ്യം അല്ലേ. കുട്ടികളുടെ ഭാഷാ വികാസം, ഒരു ചെറിയ കുട്ടി ജനിക്കുമ്പോൾ സംസാരിക്കുമോ? ഇല്ല. പിന്നെ ഒരു 6 വീക്കൊക്കെ എത്തുന്ന സമയത്ത് കുട്ടിയിൽ ഉണ്ടാവുന്നതാണ് എന്താ വരുന്നത്? ഒരു 6 വീക്സ് ഒക്കെ വരുന്ന സമയത്ത് കുട്ടിയിലൊരു കൂ ഗാ ആ എന്നൊക്കെ പറയുന്ന അല്ലേ, ആ ഒരു ശബ്ദം വരും. അതിനാണ് നമ്മൾ പറയുന്ന പേര് കൂയിങ് എന്ന് പറയും. പിന്നെ വരുന്നതാണ് എന്ത്? നമുക്കിവിടെ നോക്കാം. കൂയിങ് എന്ന് വരുന്നത് 6 മുതൽ 8 വീക്സ് ഓൾഡ് ഉള്ള കുട്ടികളാണ്. കൂ ഗൂ ഗാ എന്നൊക്കെ വരുന്ന ശബ്ദങ്ങൾ. പിന്നെ അടുത്ത സ്റ്റേജാണ്, സെക്കൻഡ് സ്റ്റേജാണ് ഇത് ബാബ്ലിംഗ് സ്റ്റേജ്. അത് 6 മാസം മുതൽ 9 മാസം വരെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഒരു ബാബ്ലിംഗ് എന്നുള്ള ആ രീതിയിലാണ്. അതായത് മേക്കിംഗ് നോയ്സസ് ആൻഡ് സിലബിൾസ് ദാറ്റ് ആർ ഇൻ യെറ്റ് വേർഡ്സ്. ഒരു വേർഡ് ആയിട്ടുണ്ടാവില്ല, ഒരു വേർഡ് പൂർണ്ണമായിട്ടുണ്ടാവില്ല. അതിനേക്കാൾ ചെറിയ വാക്കുകൾ എന്ന് പറയാൻ ചെറിയ ശബ്ദങ്ങൾ ഉച്ചരിക്കുന്ന സമയമാണ് ഒരു 9 മാസം വരെ. 10ാമത്തെ മാസമായ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു വേർഡ് ഉച്ചരി തുടങ്ങും. പ്രത്യേകിച്ച് ഇമോഷണലി കണക്റ്റഡ് ആയ ആളുകൾ അമ്മ എന്നൊക്കെ പറയുന്നല്ലേ, ഉമ്മ, ഇങ്ങനെയുള്ള വേർഡുകളെ യൂസ് ചെയ്യാം. അതിനാണ് ഹോളോഫ്രാസ്റ്റിക് എന്ന് പറയുക. അവസാനം 1-2 സെൻറ്റൻസുകളൊക്കെ പറയാൻ പറ്റുന്നതാണ് ഈ ടെലിഗ്രാഫിക് സ്റ്റേജ്. അതായത് 24 മുതൽ 30 മന്ത്സ് ഈ ഒരു സമയത്ത് ആ ഒരു ലെവലിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതാണ് കറക്റ്റ്? ബാബ്ലിംഗ് ആണോ, പ്രീ സ്പീച്ച് ആണോ, ഹോളോഫ്രേസ്റ്റിക് ആണോ, ടെലിഗ്രാഫിക് ആണോ? ആദ്യം നമ്മൾ പറഞ്ഞു പ്രീ സ്പീച്ച് അല്ലേ. പിന്നെ വരുന്നത് ഏതാണ്? രണ്ടാമതാണ് ബാബ്ലിംഗ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഹോളോ അല്ലേ, 3ാമത്, പിന്നെ 4ാമത്. അപ്പോൾ നോക്കൂ, 2, 1, 3, 4, 2, 1, 3, 4 ഏതാ നോക്കൂ? 2, 1, 3, 4. ഓക്കെ, കറക്റ്റ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇത് മറന്നു കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ലൈഡൊക്കെ നിങ്ങൾക്ക് തരും. ഞങ്ങളുടെ ആപ്പിലൂടെ ഈ വീഡിയോസൊക്കെ കാണാം. അതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് നോക്കൂ. ഏറ്റവും ദൃഢബന്ധമുള്ള ഗ്രൂപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? വിച്ച് അമോങ് ദ ഫോളോവിങ് ഈസ് ദ മോസ്റ്റ് കൊഹസീവ് ഗ്രൂപ്പ്? ദൃഢബന്ധമുള്ള ഗ്രൂപ്പ്. അപ്പോൾ ഒരു കുട്ടി വളരുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ ഫാമിലി ഉണ്ടാവും, സമൂഹം ഉണ്ടാവും, ക്ലാസ്സിലെ കുട്ടികളുണ്ടാവും, സംഘടന ഉണ്ടാവും. ഇതിൽ ഏറ്റവും ദൃഢമായതാണ് എന്ത്? ഫാമിലി എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് അല്ലേ.
ഇവിടെ ഫാമിലിയാണ് ഏറ്റവും വലിയ ബോണ്ട്, ദൃഢബന്ധം. അടുത്ത നോക്കൂ, അവസാനത്തെ ചോദ്യം കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ എജ്യൂബ്ലിസ് ലേണിംഗിൽ സൈക്കോളജി ക്ലാസ്സുകൾ, ഇതുപോലെ തന്നെ സയൻസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്യും. തീർച്ചയായും ഇത് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇത് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. കാരണം ഏറ്റവും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ തന്നെ ഞങ്ങൾ ശ്രമിക്കും. തീർച്ചയായും അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കുട്ടികളുടെ പഠന വിഷമതകൾ എന്നാ വേണ്ട കേട്ടോ. തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്തുന്ന പരിശോധകം താഴെ പറയുന്ന ഏതാണ്? അതായത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ടെസ്റ്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എന്നാട്ടോ ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്. ഏതാണ്? നമ്മൾ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ഞാൻ പറഞ്ഞു ലേണിംഗ് ഡിസാബിലിറ്റി പഠിക്കുന്ന പോലെ ലേണിംഗ് ഡിസാബിലിറ്റിക്ക് ഡിഫിക്കൽട്ടി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഏതാണ്? നിങ്ങൾ ഈ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഈ 4 ഓപ്ഷനുകളൊന്നും പഠിച്ചു വെക്കാം. ഇതിൽ ആൻസർ മാത്രമല്ല ഓപ്ഷൻ പഠിച്ചു വെക്കണം. നമുക്ക് ഏതായാലും ലേണിംഗ് ഡിഫിക്കൽട്ടി മനസ്സിലാക്കുന്നത് അത് ഡയഗ്നോസ്റ്റിക് ആണല്ലേ, നിദാന ശോധകമാണ്. ഇതിൽ ക്വസ്റ്റ്യൻ വന്നതാട്ടോ. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്താണ്? മക്ലെലൻഡിൻ്റെ ആണ്. മക്ലെലൻഡ് അദ്ദേഹത്തിൻ്റെ എന്താണ്? മക്ലെലൻ്റെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയുടെ കരിക്കുലം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടിക്ക് ഏത് രീതിയിലുള്ള ലേണിംഗ് മെത്തേഡാണ് ടീച്ചിങ് മെത്തേഡാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ അച്ചീവ്മെൻറ്റ്, കറൻറ്റ് എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. പ്രൊഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ രീതിയിൽ കുട്ടിയെക്കുറിച്ച് ഈ കറൻറ്റ് എബിലിറ്റി വെച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് പ്രൊഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇൻ്റലിജൻസ് ടെസ്റ്റ് കുട്ടിയുടെ ഇൻ്റലിജൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ IQ, ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ് അല്ലേ, അത് മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ടതാണ് IQ. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ആണ്. IQ ചോദിക്കും, EQ വരും, ഇമോഷണൽ ക്വോഷ്യൻ്റ് വരും അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ പഠിക്കണം. IQ ലെവൽ പഠിക്കണം. ഏതാണ് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ആവറേജ് ലെവലിലുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. തീർച്ചയായും ഇനിയുള്ള വീഡിയോസിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. തീർച്ചയായും എജ്യൂബ്ലിസ് ലേണിംഗിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും അടുത്ത കേട്ട നിങ്ങൾക്ക് തന്നെയാവട്ടെ. താങ്ക് യു.